നമസ്കാരം. ഞാനും എൻ്റെ സുഹൃത്തുക്കൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ഈ കഴിഞ്ഞ മഴ സമയത്ത് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലെത്തി. ഞങ്ങൾ നല്ല മഴയുണ്ടായിരുന്നു, നല്ലതുപോലെ റെയിൻകോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് ഞങ്ങൾ നനഞ്ഞുകൊണ്ടുള്ള യാത്ര വളരെ സുഖകരമായ ഒരു യാത്രയാണ്. നനഞ്ഞുകൊണ്ടുള്ള യാത്ര, അതുകൊണ്ട് ഞങ്ങളാരും എങ്ങും കയറി നിൽക്കാൻ പോയില്ല. നനഞ്ഞുകൊണ്ട് തന്നെ യാത്ര മുന്നോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ പോകാനുള്ള കൂട്ടിക്കൽ വഴി ഉറുമ്പിക്കരയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഉറുമ്പിക്കരയ്ക്കുള്ള വഴിയാണ്. അല്പം ദുർഘടമായിരുന്നു വഴി മൊത്തം, അല്പമല്ല നന്നായിട്ട് ദുർഘടമായിരുന്നു. അപ്പം വെള്ളമൊക്കെ വന്നിട്ട് ഒലിച്ചു പോയിട്ട് മണ്ണെല്ലാം ഭയങ്കര തെറ്റലായിരുന്നു. പിന്നെ ഞാനീ വന്ന് നിൽക്കുന്നപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് വലിയൊരു ചപ്പാത്തുണ്ടായിരുന്നു. അതുവഴി ബുള്ളറ്റ് കയറി പോകുന്നവരെ സംശയമായിരുന്നു, അത്ര വലിയ കുഴിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരുടെ വണ്ടിയൊക്കെ ഉന്തി കയറ്റിയൊക്കെയാണ് പോയത്. വഴി വളരെ മോശം, ഈ കാണുന്നതിനെക്കാട്ടൊക്കെ വളരെ മോശമായിരുന്നു മുന്നോട്ടുള്ള വഴി. ഞങ്ങൾ ഉറുമ്പിക്കര അവിടെ ഒരു വെള്ളച്ചാട്ടവും ഒരു ക്ഷേത്രവും ഉണ്ട്. ക്ഷേത്രം വളരെ ചെറിയ ക്ഷേത്രമാണ്. അവിടുത്തെ പൂജാരി എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം. അദ്ദേഹം ഇച്ചിരി നാടൻ കാട്ടുതേൻ തരാമെന്ന് പറഞ്ഞായിരുന്നു, അത് വാങ്ങണം. ഇതാണ് ക്ഷേത്രം. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരിയാണ് അദ്ദേഹം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം നല്ല ചൂട് കപ്പയും മുളക് ചമ്മന്തിയും നല്ല തേൻ വരിക്കച്ചക്കയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കഴിച്ചു. നന്നായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഇതേ കണ്ടോ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ കാണുന്ന ഒരു പാറ കണ്ടോ? ഒരു പട്ടിക്കുഞ്ഞിൻ്റെ തല പോലെ, ഇങ്ങനെ പട്ടിക്കുഞ്ഞ് വെള്ളത്തിലോട്ട് തല വെച്ചിരിക്കുന്ന പോലെയാണ് അതിൻ്റെ ആ പാറയുടെ തല. അത് നിങ്ങളെല്ലാവരും പ്രത്യേകം അത് ശ്രദ്ധിച്ച് കാണണം. ഒരിക്കൽ കാണാൻ പറ്റിയില്ല, അത് റീവൈൻഡ് അടിച്ച് കാണണം. നമ്മൾ അവിടെ ചെന്നത് കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് കണ്ടോ, അന്നത്തെ പ്രളയത്തിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായതാണ്. ആ ദേശം മൊത്തം കവർന്നെടുത്തുകൊണ്ട് പോയ ഒരു വലിയ ഉരുൾപൊട്ടലായിരുന്നു ഇത്. ഈ പാലമൊക്കെ അന്നത്തെ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നീട് പണിത പാലമാണ്. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് അവിടുത്തെ വെള്ളം. നമുക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ നല്ലതായിരുന്നു. ഞങ്ങളവിടുന്ന് തിരിച്ച് വാഗമണ്ണിലേക്ക് പോവാണ്. വാഗമണ്ണ് റൂട്ടിലിപ്പം ചെറിയ ചാറ്റമഴയുണ്ട്, നല്ല കോട മഞ്ഞുണ്ട്. അപ്പോൾ ഞങ്ങൾ വാഗമണ്ണിൽ ചെന്നിട്ട് അവിടുന്ന് പാലൊഴുകും പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അവിടെ വരെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനിച്ചിട്ടില്ല. എങ്കിലും പോകണമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അത്ര മനോഹരമായൊരു വെള്ളച്ചാട്ടമായത്. അതായത് കണ്ടില്ലേ, ഈ വെള്ളം ഇങ്ങനെ അടിച്ച് പതഞ്ഞ് പാല് പോലായി എത്ര ഉയരത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ താഴെ എത്തുന്നതെന്നറിയാമോ? അതുകൊണ്ടാണ് ഇതിന് പാലൊഴുകും പാറയെന്ന് തന്നെ പറയുന്ന പേരും. വളരെ ഭംഗിയാണ്. ഇതിൻ്റെ ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി. അവിടെ ചെന്നാൽ വെള്ളം കുറവുള്ള സമയത്ത് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ സമയത്ത് ആരും വെള്ളത്തിൽ ഇറങ്ങാറില്ല, ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തൂടെ അങ്ങോട്ട് പോകാം. പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് ഇറങ്ങിയില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് നേരെ തമിഴ്നാട്ടിലേക്ക് കുമളിക്ക് ഇറങ്ങി ശങ്കരൻ കോവിലിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ആ ശങ്കരൻ കോവിലിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അവിടെ കയറിയിട്ട് കഴുകുമലയ്ക്കും പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം, കഴുകുമല ക്ഷേത്രം എന്ന് പറയുന്നത് തമിഴിലെ എല്ലോറ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കഴുകുമല ക്ഷേത്രം. ഏതാണ്ട് 2500 വർഷത്തോളം പഴക്കം ആ ക്ഷേത്രത്തിനുണ്ടെന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കഴുകുമല മുരുകൻ കോവിൽ. മുരുകൻ കോവിലിൻ്റെ തീർത്ഥക്കുളവും അതിനുള്ളിലൊരു മണ്ഡപം കണ്ടു. എത്ര മനോഹരമായിട്ടാണ് ഇത് പണിതിരിക്കുന്നതെന്നറിയോ? എത്രായിരം കണക്കിനോ അല്ലെ ലക്ഷക്കണക്കിനോ തൊഴിലാളികൾ പണിയെടുത്തിട്ട് പാറ തുരന്ന് എടുത്ത ഈ പാറയല്ല, ഇതൊരു മലയാണ്. ഈ മലയുടെ അങ്ങേ അറ്റത്ത് ഏറ്റവും ഉള്ളിലായിട്ടാണ് ശ്രീകോവിലുള്ളത്. ആ ശ്രീകോവിലിനകത്ത് കാണുന്ന തൂണുകൾ മൊത്തം, ഈ കാണുന്ന കൽമണ്ഡപത്തിൻ്റെ തൂണുകൾ മൊത്തം കല്ല് ഉണ്ടാക്കി വെച്ച കല്ലല്ല, നിന്ന പാറയിൽ നിന്ന് കൊത്തിയെടുത്ത തൂണുകളാണ്. അതാ ഇതിൻ്റെ പ്രത്യേകത. ഒരു കല്ലിനെ തൂണാക്കി കൊത്തിക്കൊണ്ട് അതിൻ്റെ 4 വശത്തുള്ള പാറകൾ കളഞ്ഞ് അങ്ങനെ അതിനെ തൂണാക്കിയെടുത്ത്. വളരെ മനോഹരമായ ദേവശില്പികളെന്നൊക്കെ പറയുന്ന സത്യം പറഞ്ഞാൽ ഇവരാണ്. നമ്മൾ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ശില്പം ചാരുത കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ പോകണം. എത്ര മനോഹരമായിട്ടാണെന്നറിയാം ഇത് പണിതിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ മഹാദേവനും മുരുകനും തുല്യ പ്രാധാന്യമായി ക്ഷേത്രത്തിനുള്ളത്. ജടായുവിൻ്റെ ജ്യേഷ്ഠൻ സമ്പാദിക്ക് മുരുകൻ മോക്ഷം നൽകിയ സ്ഥലമാണ് കഴുകുമല എന്നാണ് പറയപ്പെടുന്നത്. അത് സത്യമായിരിക്കും. അതുതന്നെയാണ് അവിടുത്തെ ആ പാറയുടെ പേര് തന്നെ ഇത് വരാൻ കാര്യം.
കഴുകുമല മുരുകൻ കോവിൽ എന്നല്ല ഇതിൻ്റെ പേര് തന്നെ. നമ്മൾ കോവിൽപ്പെട്ടിയിൽ നിന്ന് ശങ്കരൻ കോവിലിനടുത്താണ് ഈ സ്ഥലം. ഒരിക്കലെങ്കിലും ഈ സ്ഥലം ഈ ക്ഷേത്രം നിങ്ങൾ പോയി കാണേണ്ടതാണ്. ഇവിടെ ജാതിമത വ്യത്യാസമില്ലാതെ ആർക്കും ഇതിനകത്ത് പ്രവേശിക്കാം, കാണാം. അതിൻ്റെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കാം, വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, ഹെൽപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അത് അയച്ചു കൊടുക്കണം. അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.